Hello students, welcome back to a new video. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചാൽ ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസിൽ ഓൾറെഡി ഞാനൊരു 5 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു നെക്സ്റ്റ് പാർട്ടും കൂടെ ചെയ്യണം എന്ന് കുറച്ച് റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നില്ലേ ഇങ്ങനെ ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ റിക്വസ്റ്റ് അനുസരിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ലാസ്റ്റ് പോർഷൻ, അതായത് നമ്മുടെ ഒരു ലാസ്റ്റ് 2 ടോപ്പിക്സും കൂടെ അതിനകത്ത് ബാക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, മറ്റൊന്നുമല്ല, ഇപ്പോൾ നമുക്കൊരു ക്ലോണിങ് വെക്ടർ ഉണ്ടായിരുന്നു. ആ ക്ലോണിങ് വെക്ടറിനെ നമ്മൾ ഉണ്ടാക്കിയത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ മുന്നുള്ള വീഡിയോസ് കാണുക കേട്ടോ. നിങ്ങൾക്ക് ഇതിൻ്റെ മുന്നേ ഉള്ള 6 പാർട്ട്, ഈ പാർട്ടിന് മുന്നേ ഉള്ള എല്ലാ പാർട്ടിൻ്റെയും വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അവിടുന്ന് നിങ്ങൾക്ക് എല്ലാ പാർട്ടും കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താണ് ഇതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എങ്ങനെ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള ആ ഒരു പ്രോഡക്റ്റ്, നമ്മൾ ടാർഗറ്റ് പ്രോട്ടീൻ എങ്ങനെ കിട്ടും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പ് ഈസ് ഒബ്റ്റെയിനിങ് ദ ഫോറിൻ ജീൻ പ്രൊഡക്റ്റ് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ എന്തുണ്ട്, ഒരു ഓർഗാനിസം ഉണ്ട്, ഒരു ബാക്ടീരിയൽ സെല്ലോ ഏത് ഓർഗാനിസത്തിലാണോ നമ്മൾ ഇൻസേർട്ട് ചെയ്തത്, അതായത് നമ്മുടെ ഹോസ്റ്റ്, അതിനകത്ത് എന്തുണ്ട്, അതിൻ്റേതായ ഒരു DNA ഉണ്ട്. കൂടാതെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു റീകോമ്പിനൻറ്റ് DNA കൂടെ ഉണ്ട്. ഇനി ആ റീകോമ്പിനൻറ്റ് DNA ആക്റ്റീവായി അത് നമ്മൾ ഉദ്ദേശിച്ച ആ ഡിസൈറബിൾ ജീന് അതിൻ്റേതായ പ്രോട്ടീൻ ഉണ്ടാക്കണം, മൾട്ടിപ്ലൈ ചെയ്ത് പ്രോട്ടീൻസ് ഉണ്ടാക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രോട്ടീൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ വളരെ ലിമിറ്റഡ് എമൗണ്ട് ഓഫ് പ്രോട്ടീൻസേ നമുക്ക് കിട്ടുള്ളൂ. പക്ഷേ നമുക്ക് എന്ത് വേണം, ധാരാളം പ്രോട്ടീൻസ് വേണം, നമുക്ക് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ വേണം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വേർഡ് എന്ന് വെച്ചാൽ റീകോമ്പിനൻറ്റ് പ്രോട്ടീൻ എന്ന് പറഞ്ഞിട്ടൊരു ടേമാണ് നമുക്ക് അടുത്ത് നോക്കാനുള്ളത്. ഇഫ് എനി പ്രോട്ടീൻ എൻകോഡിംഗ് ജീൻ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ എ ഹെട്രോലോഗസ് ഹോസ്റ്റ്, ഇറ്റ് ഈസ് കാൾഡ് എ റീകോമ്പിനൻറ്റ് പ്രോട്ടീൻ. സിംപ്ലി ദേ ആർ പ്രോട്ടീൻസ്, അതായത് നമ്മുടെ ഡിസൈറബിൾ ജീൻ ഇരിക്കുന്ന ഓർഗാനിസം ഒരു പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ റീകോമ്പിനൻറ്റ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഹെട്രോലോഗസ് ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ നോർമൽ ഹോസ്റ്റ് തന്നെയാണ്, പക്ഷേ അതിനകത്ത് നമ്മളൊരു പുതിയൊരു ഡിസൈറബിൾ ജീനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഓർഗാനിസം ഉണ്ടാക്കുന്ന പ്രോട്ടീനാണ് റീകോമ്പിനൻറ്റ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും ഹോസ്റ്റിനകത്ത്. അപ്പോൾ അത് നമ്മൾ ലബോറട്ടറിയിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ ലാർജ് ക്വാണ്ടിറ്റി നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, സ്മോൾ സ്കെയിൽ പ്രൊഡക്ഷൻസേ നടക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു സെറ്റപ്പ്, അതായത് നമ്മുടെ ഹോസ്റ്റ് വിത്ത് ഡിസൈറബിൾ പ്രോട്ടീൻ എന്നുള്ള ഈ സെറ്റപ്പിനെ നമ്മൾ പുതിയൊരു കണ്ടീഷൻസ് കൊടുത്തു കഴിഞ്ഞിട്ട് അത് നമ്മൾ പുതിയൊരു കണ്ടീഷനിൽ വളർത്താണ്. അതിന് പറയുന്ന പേരാണ് ബയോ റിയാക്ടേഴ്സ്. സ്മോൾ വോളിയം കൾച്ചേഴ്സ് കനോട്ട് ഈൽഡ് അപ്രീഷിയബിൾ ക്വാണ്ടിറ്റീസ് ഓഫ് പ്രൊഡക്റ്റ്. അപ്പോൾ അതുകൊണ്ട് ടു പ്രൊഡ്യൂസ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ് നമ്മൾ ബയോ റിയാക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. മറ്റൊന്നുമല്ല, ഒരു വെസലാണ് ഈ ബയോ റിയാക്ടർ എന്ന് പറഞ്ഞാൽ ഒരു വെസൽസാണ്. അതിനകത്ത് നമ്മൾ ഒപ്റ്റിമം കണ്ടീഷൻസ്, അതായത് ഈ ഒരു ഓർഗാനിസത്തിന് വളരാൻ ആവശ്യമായിട്ടുള്ള, അല്ലെങ്കിൽ ഈ ഒരു ഓർഗാനിസത്തിന് എൻസൈംസ് പ്രൊഡ്യൂസ് അല്ലെങ്കിൽ പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ, അതായത് കണ്ടീഷൻസ്, എൻവിയോൺമെൻറ്റൽ കണ്ടീഷൻസ്, നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻസ്, പ്രോപ്പർ കണ്ടീഷൻസ് കൊടുത്തുകൊണ്ട് ഒരു ഇൻസ്ട്രുമെൻറ്റ് ഈസ് കോൾഡ് ബയോ റിയാക്ടർ. ഇപ്പോൾ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു ബയോ റിയാക്ടർ കാണാൻ പറ്റും. ഇതാണ് നമുക്ക് പഠിക്കാനുള്ള ബയോ റിയാക്ടറും അതിൻ്റെ പാർട്സും. ഒന്നാമത്തത് സിമ്പിൾ സ്റ്റേർഡ് ടാങ്ക് ബയോ റിയാക്ടർ. ദ സെക്കൻഡ് വൺ ഈസ് പാർച്ച്ഡ് സ്റ്റേർഡ് ടാങ്ക് ബയോ റിയാക്ടർ. അപ്പോൾ ഇതിനകത്തുള്ള ഫസ്റ്റ് പിക്ചർ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. ഒരു ബയോ റിയാക്ടർ എന്ന് വെച്ചാൽ ഒരു വെസലാണ്, ഒരു സിലിണ്ടറിക്കൽ വെസലാണ്. അതിനകത്ത് കേർവ്ഡ് ബേസ് ഉണ്ട്. എന്ന് വെച്ചാൽ ബയോ റിയാക്ടറിലെ കണ്ടൻറ്റ്, നമ്മൾ ഓർഗാനിസം ഉണ്ടല്ലോ, ഹോസ്റ്റ് ഓർഗാനിസത്തിന് നമ്മൾ ഇതിനകത്താണ് ഇൻസേർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു സെറ്റപ്പാണ് ഉള്ളത്. അപ്പോൾ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതിന് ഒപ്റ്റിമൽ കണ്ടീഷൻസ് നമ്മൾ കൊടുക്കണം. അതുകൊണ്ടാണ് ഇങ്ങനെ ഡിവൈസ് യൂസ് ചെയ്യുന്നത്. ഒപ്റ്റിമൽ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇതിൽ യൂസ് ചെയ്യുന്ന മേജർ ആയിട്ടുള്ള കണ്ടീഷൻസ് എന്താണെന്ന് വെച്ചാൽ, ഒരു പ്രോപ്പറായിട്ടുള്ള അജിറ്റേറ്റർ സിസ്റ്റം ഉണ്ട്, അതുപോലെ ഒരു ഓക്സിജൻ ഡെലിവറി സിസ്റ്റം ഉണ്ട്, ആൻഡ് എ ഫോം കൺട്രോൾ സിസ്റ്റം, എ ടെമ്പറേച്ചർ കൺട്രോൾ സിസ്റ്റം, pH കൺട്രോൾ സിസ്റ്റം ആൻഡ് സാമ്പിളിംഗ് പോട്ട്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് സാമ്പിളിംഗ് പോട്ട്സ് ഓൾസോ പ്രൊവൈഡഡ്. ഇത്രയും കണ്ടീഷൻസ് ആണ് നമ്മൾ ഇതിൽ കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ സ്യൂട്ടബിൾ കണ്ടീഷൻസ് കൊടുക്കാൻ വേണ്ടി ഒരു ഇൻസ്ട്രുമെൻറ്റ് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലാർജ് സ്കെയിലായിട്ട് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സിനെ നമുക്കിങ്ങനെ വേറെ നമ്മുടെ ആ ഒരു നമുക്കതിനെ വിഡ്രോ ചെയ്യാൻ പറ്റും. ഒരു സീരീസ് ആയിട്ട്, ഒരു പീരീഡായിട്ട് നമുക്ക് അതിനകത്ത് ഉണ്ടാകുന്ന പ്രോഡക്ട്സിനെ വിഡ്രോ ചെയ്യാം. അതാണ് നമ്മുടെ ബയോ റിയാക്ടറിൻ്റെ
യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് പഠിക്കാനുള്ള ബയോറിയാക്ടർ. ഇതിൻ്റെ പാർട്സ് ഒന്ന് ലേബൽ ചെയ്യാൻ നോക്കി വെക്കുക. എന്തൊക്കെ എന്താ പറയുക കൺട്രോൾ സിസ്റ്റമാണ്, അല്ലെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസാണ്, ഒപ്റ്റിമൽ കണ്ടീഷൻസാണ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് എന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്യുക. അത്രയേ ഉള്ളൂ ബയോറിയാക്ടറിൽ പഠിക്കാനും. ഇനി അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് പഠിക്കാനുള്ളതാണ് ഡൗൺ സ്ട്രീം പ്രോസസ്സിങ്. മറ്റൊന്നുമല്ല, നമ്മൾ ഇതിനകത്ത് ഉണ്ടായിട്ടുള്ള പ്രോട്ടീൻസ്, അതായത് ബയോ റിയാക്ടറിനകത്ത് ഇപ്പോൾ ബാക്ടീരിയ ആണെങ്കിൽ ബാക്ടീരിയ ധാരാളം പ്രോട്ടീൻ ഉണ്ടാക്കി, അല്ലെങ്കിൽ ധാരാളം എൻസൈംസ് ഉണ്ടാക്കി, അതിനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ടൊരു മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റില്ല. ഡയറക്റ്റ് ഒരു മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആക്കി മാറ്റാൻ പറ്റില്ല. ദർ ആർ ലോട്ട് ഓഫ് പ്രോസസ്സ്, അല്ലെങ്കിൽ സീരീസ് ഓഫ് പ്രോസസ്സ് നമുക്ക് എന്ത് ചെയ്യണം, അത് മാർക്കറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ ചെയ്യണം. അതിനെയാണ് നമ്മൾ ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് സെപ്പറേറ്റ് ചെയ്യണം. അതായത് ഇങ്ങനെ ഉണ്ടായിട്ടുള്ള ഈ പ്രോഡക്ട്സിനെ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ചെയ്യണം, പ്യൂരിഫിക്കേഷൻ ചെയ്യണം. പിന്നെ സിംപ്ലി ദ പ്രോസസ് ഇൻക്ലൂഡ് സെപ്പറേഷൻ ആൻഡ് പ്യൂരിഫിക്കേഷൻ ഈസ് കളക്റ്റീവ്ലി റെഫേർഡ് ടു ആസ് ഡൗൺ സ്ട്രീം പ്രോസസ്സിങ്. ഓക്കെ, ദെൻ അതിനെ പിന്നെ നമ്മൾ ഇപ്പോൾ ഇങ്ങനെ നമ്മളതിനെ സെപ്പറേറ്റ് ചെയ്ത് പ്യൂരിഫിക്കേഷൻ ചെയ്ത് നമുക്ക് അത്രയും പ്യുവറസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ പ്രോഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പോലും നമുക്കത് ഡയറക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അത് എക്സ്പയർ ആയി പോകാം. അപ്പോൾ അതുകൊണ്ട് നമുക്കതിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യണം. പിന്നെ കുറേ ക്ലിനിക്കൽ ട്രയൽസ് നടത്തണം. കാരണം ഡ്രഗ്സ് ഒക്കെയാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്ന പ്രോട്ടീനെങ്കിൽ, ഇപ്പോൾ ഇൻസുലിൻ്റെ ഒക്കെ കേസാണെങ്കിൽ ഇറ്റ്സ് എ ഡ്രഗ്. അപ്പോൾ നമ്മൾ കുറച്ച് ക്ലിനിക്കലായിട്ടുള്ള കുറേ ട്രയലുകൾ ചെക്ക് ചെയ്യണം. എന്തൊക്കെ അതുകൊണ്ട് അത് ഫങ്ഷനിങ് ആണോ, അല്ലെങ്കിൽ എത്രത്തോളം ഉണ്ട്, എത്രത്തോളം ഇൻറ്റൻസീവ് ആണെന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. അങ്ങനെ പിന്നെ നമ്മൾ ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റ് ചെയ്യണം. ഓരോ പ്രോഡക്ട്സിൻ്റെയും ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റ് ചെയ്യണം. ഓക്കെ, അതൊക്കെയാണ് ഡൗൺ സ്ട്രീം പ്രോസസ്സിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിപ്പോൾ ഓരോ പ്രോഡക്ട്സിനനുസരിച്ച് വാരി ചെയ്യും. ഇപ്പോൾ സിമ്പിളായിട്ട് വാട്ട് ഈസ് ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് എന്നുള്ളതും ക്ലിയർ ആയില്ലേ. ദാറ്റ് ഈസ് അബൌട്ട് ദ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ് ഇൻ ബയോടെക്നോളജി. ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാൻ. ഈ ചാപ്റ്ററിന് ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വീഡിയോസിൽ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്തുള്ള കുറേ പ്രോബ്ലംസ് ചെയ്യാം, ഒരു ക്വസ്റ്റ്യൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു ടോപ്പിക്ക്. എങ്കിലും നിങ്ങളിതിൻ്റെ കണ്ടിന്യൂസ് പാർട്ട്, അതിന് മുന്നേ ഉള്ള ഒരു അപ്ലോഡ് ചെയ്തിട്ടുള്ള പാർട്സൊക്കെ ഇത് ഡിസ്ക്രിപ്ഷനിൽ നോക്കിയിട്ട് വാച്ച് ചെയ്യുക, നോട്ട് പ്രിപ്പയർ ചെയ്യുക, പഠിക്കുക.